Good afternoon. Good afternoon, Miss. ആതിരണ മിസ്സിന് കാണുന്നില്ലല്ലോ. ഓക്കെ, ഒരു മിനിറ്റ്. എന്താണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പഠനമൊന്നും ഇല്ലേ? ഞാനേ ഉള്ളൂ മിസ്സേ. നീയേ ഉള്ളൂ അല്ലേ? ബാക്കിയുള്ളവർ എവിടെ പോയിടോ? ചിലവർ ഓൺലൈനും ഇല്ല ഓഫ്ലൈനും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. ആതിരക്ക് ഏത് പാഠം വരെയാണ് മിസ് പറഞ്ഞതിൻ്റെ ഓർമ്മയുണ്ടോ? Miss, lesson number 1. Jahina dekho mom to Mary. Don't wait for me, mother. ഓക്കെ, അതിന്റെ പിന്നെ എക്സ്പെരിമെന്റ് അതെല്ലാം കഴിഞ്ഞു. അതെയോ? എക്സസൈസ് അതിലെ എല്ലാം കഴിഞ്ഞോ? വർക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയി. ഇനി മേരി ബാത്ത് അല്ലേ എടുക്കേണ്ടത്? നെക്സ്റ്റ് ലെസൺ എടുത്തോളൂ എല്ലാവരും. ആതിരേ ഉള്ളൂ അല്ലേ? അയാൻ ഇതാ വരുന്നുണ്ട്. ആരാധ്യ. मेरी बात अबाउट मी। इस पाठ में भारत रत्न डॉक्टर एपीजे अब्दुल कलाम की जीवन यात्रा के कुछ पहलुओं को खुद उन्हीं की जुबानी बताया गया है. ഈ പാഠഭാഗത്തിലൂടെ ഭാരതരത്ന അവാർഡ് ജേതാവായ APJ അബ്ദുൽ കലാമിന്റെ ജീവിതയാത്രയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. APJ അബ്ദുൽ കലാം ആരാന്നറിയോ? ആരാണ്? ആരാധ്യ, വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? ഭാരതരത്ന ജേതാവ്. ഭാരതരത്ന ജേതാവ് മാത്രമല്ല, രാഷ്ട്രപതി കൂടിയായിരുന്നു അദ്ദേഹം. ओके, महापुरुषों के जीवन से प्रेरणा लेकर आगे बढ़ने के लिए प्रेरित करना. ഈ പാഠത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ ജീവിത കഥകള് കേട്ട ഉടനെ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രേരണ ലഭിച്ചിട്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുക എന്നതാണ് ഈ പാഠഭാഗം തന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം. ഓക്കെ, നോക്കുക. मेरे जीवन की यात्रा के कुछ महत्वपूर्ण अनुभव है जिन्हें मैंने अपने बचपन से अब तक समझाया है और अपने जीवन के 80 से अधिक वर्षों में प्राप्त किया है. എന്റെ ജീവിതയാത്രയില APJ അബ്ദുൽ കലാമാണ് പറയുന്നത്.
എൻ്റെ ജീവിതത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട അനുഭവങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഇപ്പോൾ ഏകദേശം 80 വർഷങ്ങളായിട്ട്, ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 80-81 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. 80 വർഷങ്ങളായിട്ട് ഉണ്ടായ പഠിച്ച അനുഭവങ്ങൾ കുറേ ഉണ്ട്. जीवन के इन महत्वपूर्ण वर्षों में मैंने बहुत कुछ सीखा है. ആരാധ്യക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ആരാധ്യ, जीवन के इन महत्वपूर्ण वर्षों में मैंने बहुत कुछ सीखा है जिनमें प्रमुख अनुभव है. ജീവിതത്തിൽ ഒരുപാട് ഓരോരോ വർഷങ്ങളും എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളൊക്കെയാണ് കുറച്ചായിട്ട് നിങ്ങളോട് പറയുന്നത്. हमें अपने जीवन के विभिन्न स्तरों के सपनों से जुड़ा रखना चाहिए तथा उन सपनों को पूरा करने के अथक प्रयास करते रहना चाहिए. നമ്മുടെ ജീവിതത്തിലെ പല പല ഭാഗങ്ങളിലായിട്ട് പല സ്വപ്നങ്ങൾ കാണാറുണ്ട് ഇല്ലേ? രാത്രിയിൽ നമ്മൾ സ്വപ്നങ്ങൾ കാണാറില്ലേ? നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് ചിലവൊന്നും വേണ്ട. നമ്മൾ എവിടെ വേണം, ജപ്പാനിലും അമേരിക്കയിലും എവിടെ വേണമെങ്കിലും പോയിട്ട് വരും. മിസ് വോയിസ് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ മിസ് പറഞ്ഞത് കേൾക്കുന്നില്ലേ? അപ്പൊ ആരാധ്യയുടെ കംപ്ലൈന്റ് ആണ്. അപ്പോ നമ്മൾ പല സ്വപ്നങ്ങളും കാണാറുണ്ട്. ചിലത് നമ്മളെ സാധിച്ചെടുക്കാറുണ്ട് അല്ലെ? പകല് കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? സാക്ഷാത്കരിക്കപ്പെടും അല്ലെ? ഇല്ലേ? പരമാവധി നമ്മൾ എന്ത് ചെയ്യും? മറ്റേ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളാണ് നമുക്ക് സാധിക്കാൻ പറ്റുന്നത്. പല സ്വപ്നങ്ങൾ എവിടെയൊക്കെയോ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിറക് വിരിച്ച് പറക്കുന്നതായിരിക്കും സ്വപ്നം കാണല് അല്ലേ? പകല് നമ്മൾ അത് ഉറങ്ങുന്ന സ്വപ്നം, ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം നമുക്ക് എല്ലാം ഒന്നും സാക്ഷാത്കരിക്കപ്പെടാൻ പറ്റില്ല. പക്ഷേ പകല് കാണുന്ന സ്വപ്നങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക? സാക്ഷാത്കരിക്കപ്പെടുക. अगर हम अपने सपनों की पूर्ति के लिए प्रयास करते रहेंगे तो हमें जीवन में निश्चित रूप से सफलता प्राप्त होगी. നമ്മൾ പകല് കാണുന്ന സ്വപ്നം കൃത്യം നിറവേറ്റുകയാണെങ്കിൽ, അത് പാലിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ജയിച്ചു, നമ്മൾ എല്ലാത്തിനും വിജയം കണ്ടെത്തി എന്നാണ് മീനിങ്. മനസ്സിലായോ? ആദ്യം ഇപ്പം വീട്ടിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സിലായാലും ഇപ്പം അവിടെ ചിന്തിക്കുന്നത് ഞാൻ പഠിച്ച് ഡോക്ടറാവും, ഇല്ലെങ്കിൽ ഞാൻ പഠിച്ച് എഞ്ചിനീയറിംഗ് ആവും. അത് പഠിച്ചാൽ നേട്ടത്തിൽ എത്തുമ്പോൾ എന്തായി വരും? അതിൽ വിജയം കിട്ടിക്കഴിഞ്ഞില്ലേ അല്ലേ? അതായിത്തീരുമ്പോൾ നമ്മൾ കണ്ട സ്വപ്നം എന്തായി? സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് പറയാം അല്ലേ? अधिकतर लोगों जिनसे मेरी मुलाकात होती है से अक्सर मैं कहता हूँ कि सपने वे नहीं हैं जो हम नींद में देखते हैं, बल्कि सपने वे होते हैं जो हमें सोने नहीं देते. ഒരുപാട് ആളുകളുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച, അതായത് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്, അഭിമുഖം നടത്തിയിട്ടുണ്ട്. ആ അഭിമുഖം നടത്തിയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല സാക്ഷാത്കരിക്കപ്പെടേണ്ടത്, പകല് കാണുന്ന സ്വപ്നം അതാണ് യഥാർത്ഥമായ സ്വപ്നം. സാക്ഷാത്കരിക്കപ്പെടേണ്ട സ്വപ്നം പകല് കാണുന്നു. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി സാധിക്കില്ല. इस पुस्तक को लिखने का विचार मुझे उस दिन आया जब मैं अपने बगीचे में टहल रहा था. ഈ പുസ്തകം എഴുതേണ്ട ചിന്ത തന്നെ ഈ പുസ്തകം എഴുതുമ്പോൾ തന്നെ ചിന്തിച്ച കാര്യം എന്താണ്? ഞാൻ ആ ദിവസം തൻ്റെ പൂന്തോട്ടത്തിലായിരുന്നു. अन्य दिनों की तरह ही मैं लगभग 100 साल पुराने एक विशाल अर्जुन वृक्ष के नीचे खड़ा था. ഞാൻ ആ പൂന്തോട്ടത്തിലെ ഏകദേശം ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ആൽമരത്തിന്റെ കീഴെയായിരുന്നു നിന്നത്. तथा सिर उड़ाकर उस वृक्ष की शाखाओं को देख रहा था कि क्या इस पेड़ की शाखाओं पर परिंदों ने नए घोंसले बनाए हैं या फिर मधुमक्खियों ने नए छत्ते बनाए हैं. ആ വൃക്ഷത്തിന് കീഴെ 100 വർഷം പഴക്കമുള്ള ആ വൃക്ഷത്തിന് കീഴെ നിൽക്കുമ്പോൾ ഞാൻ ആ വൃക്ഷത്തെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? ഇത്രയും പടർന്നു പന്തലിച്ച് ഒരുപാട് ശാഖകൾ, കൊമ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വൃക്ഷം ചിലപ്പോൾ പരുന്തോ മറ്റുള്ള പക്ഷികളോ കൂട് കൂട്ടിയിട്ടുണ്ടാകാം, വാസസ്ഥലമാക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ തേനീച്ചകളോ പാറ്റകളോ പുഴുക്കളോ അല്ലെങ്കിൽ പക്ഷികളോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും പുഴുക്കളോ പ്രാണികളോ ആയിക്കോട്ടെ, ഏതെങ്കിലും ജീവജാലങ്ങളായിക്കോട്ടെ, അവിടെ ഒരു വാസസ്ഥലം പണിതിട്ടുണ്ടാകാം അല്ലേ? അത്രയും വിശാലമായി നിറഞ്ഞു നിൽക്കുന്ന മരമാണത്. നെക്സ്റ്റ് പേജ് നമ്പർ 60. ആരാധ്യക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. ആരാധ്യേ, ആകെ 2 പേരേ ഉള്ളൂ ക്ലാസ്സിൽ. അപ്പൊ ഒരാൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇരിക്കേണ്ട ആവശ്യം എന്താ? ഒന്നാമത് ഓൺലൈൻ ക്ലാസ്സിൽ മാത്രമാണ് നിങ്ങളുള്ളത്.
നിങ്ങൾ തീരെ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നിർബന്ധമായും വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് കൃത്യമായി ശ്രദ്ധിക്കുന്ന രീതിയിൽ കൃത്യം എന്താ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ തയ്യാറെടുപ്പോടെ വരിക. യഹ് വൃക്ഷ ദില്ലി ശഹർ മേം ഥ. ഈ വൃക്ഷം 100 വർഷം പഴക്കമുള്ള ഈ അർജുൻ വൃക്ഷം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ദില്ലിയിൽ. ഉസി ക്ഷൺ ഉസ് വൃക്ഷ കോ ദേഖ്തേ ഹുയേ മുझे अपने पिता की याद आ गई. ആ നിമിഷം ആ വൃക്ഷത്തെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു, എൻ്റെ ഫാദറിനെ ഓർമ്മ വന്നു. ജോ മേരി തര സുബഹ് ജൽദി ഉഡ് ജാതേ ഥേ. അദ്ദേഹം അതിരാവിലെ എഴുന്നേൽക്കുമായിരുന്നു. എന്നിട്ടോ തഥാ സുബഹ് കെ കുച്ച് ഘണ്ടെ പ്രകൃതി കെ സാന്നിധ്യമേ ഗുസർദേ ഥേ. കുറച്ച് സമയം പ്രകൃതിയിലാണ് അദ്ദേഹം, പ്രകൃതിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം നടക്കുക. എന്നാൽ എന്താണ്, അതായത് പുറത്തോട്ട് ഇങ്ങനെ നടന്നു നീങ്ങും അദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ട്. വേ നാരിയൽ കെ പേടോ കോ നിഹാർത്തെ രഹത്തെ ഥേ ഔർ നിരീക്ഷൺ കിയാ കർത്തെ ഥേ. അതുപോലെ കോക്കനട്ട് ട്രീയോ ഒക്കെ നിരീക്ഷയാള് സസൂക്ഷ്മം നോക്കി നിൽക്കുമായിരുന്നു, ഏതിനെ തെങ്ങിനൊക്കെ കണ്ടാല്. ഇത്തന ഹി നഹീം വേ അപ്നെ ശഹർ കെ മാർഗോം പർ പൈദൽ ഘൂമതേ ഥേ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താണ്, ടൗണിലേക്ക് പോകേണ്ട വഴിയൊക്കെ അദ്ദേഹം നടന്നിട്ടാണ് പോകാറ്. മുസ്കുരാത്തെ ഹുയെ, എങ്ങനെ നടക്കും, എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന മുഖം. മേം അപ്നെ ബച്പൻ കി യാദോ മേം ഗോ ഗയ. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു. ജബ് മേം അപ്നെ പിതാജി കാ ഹാത്ത് പക്കഡ്കർ ഉൻകെ സാത്ത് ഘൂമനെ നികൽതാ ഥാ. ഞാനപ്പോ കുട്ടിക്കാലത്ത് എന്താ ചെയ്യുന്നത്, അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് അച്ഛൻ എങ്ങോട്ടാണോ പോകുന്നത് അച്ഛൻ്റെ പിറകെ നടക്കുമായിരുന്നു. इसके बाद मैं अपनी जीवन यात्रा के बारे में सोचने लगी. ഇതിനു ശേഷമാണ് ഞാൻ എൻ്റെ ജീവിത യാത്രയെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങിയത്. उन मार्गों के बारे में सोचता रहा जिन पर मैं चला था. वे महत्वपूर्ण वस्तुएं जिन्हें मैं देख चुका था. वे घटनाएं जिनका मैं एक हिस्सा रहा था. അതായത് ഞാൻ നടന്നു പോകുമ്പോൾ എന്തൊക്കെയോ കാഴ്ചകൾ കാണുമായിരുന്നു, ഒരുപാട് പ്രധാനപ്പെട്ട വസ്തുക്കൾ കാണുമായിരുന്നു. ഇതൊക്കെ ഞാൻ, അതുപോലെ പല സംഭവങ്ങൾ, പോകുന്ന വഴിയിൽ പലവിധ സംഭവങ്ങൾ, ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. मैं सोचने लगा कि अपने इन अनुभवों को अपने तक ही सीमित रखूं या फिर इन्हें अपने विभिन्न पाठकों अथवा परिवार के सदस्यों के बरगद के विशाल वृक्ष की जड़ों की तरह दूर दूर तक फैल चुके हैं. ठीक इस बरगद के वृक्ष के समान पोते पर पोते. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഈ അനുഭവങ്ങളൊക്കെ എന്നിൽ മാത്രം അടങ്ങിയിരിക്കുന്നതാണോ? അല്ല, എല്ലാവർക്കും കൂടി അറിയാനുള്ള വകുപ്പ് ചെയ്തൂടെ? അപ്പോൾ എന്താണ്, അതായത് ഈ അരയാൽ വൃക്ഷം നിറഞ്ഞു നിൽക്കുന്നത് പോലെ, പലവിധ ശാഖകളായി പല ദിക്കിലേക്ക് നിറഞ്ഞു നിൽക്കുന്നത് പോലെ എനിക്കും എല്ലായിടത്തും എൻ്റെ കാര്യങ്ങൾ, എൻ്റെ അനുഭവ കഥകൾ എല്ലാവരും അറിഞ്ഞുകൂടെ? മൈനെ അബദക്ക് കൈ പുസ്തകം ലിഖി ഹെ. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഉൻമേം സെ കുച്ച് പുസ്തകോം മേം അപ്നെ ബച്പൻ കെ അനുഭവം കാ വർണ്ണൻ കിയാ ഹെ. അതിലെ കുറച്ച് പുസ്തകങ്ങൾ തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ മാത്രം വെച്ച് എഴുതിയതാണ്. ജബ് മൈനെ അപ്നെ ജീവൻ കെ ബാരെ മേം പഹ്ലി പുസ്തക കി രചന കി തി മുझे ഹൈരാനി ഹോത്തി തി. കുട്ടിക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പുസ്തകം ഒന്ന് എഴുതിയപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയൊരു കാര്യം, ചിന്തിച്ചു പോയൊരു കാര്യമുണ്ട്. ക്യാ കിസി കോ ഭി ഇസ്മേ രുചി ഹോഗി. മേരി അന്യ പുസ്തകവും मेरी जीवन यात्रा में मुख्य केंद्र कुछ छोटी अनजान सी घटनाएं थी जो मेरे जीवन में घटित हुई थी. അതായത് ഞാൻ ഫസ്റ്റ് ഒരു ബുക്ക് എഴുതി. ആ ബുക്ക് എഴുതിയപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം എന്താണ്, ഈ പുസ്തകം ജനങ്ങൾ വായിച്ച് അത് അംഗീകരിക്കുമോ? ഒരു പുസ്തകം ഇങ്ങനെ ഞാൻ പുസ്തകത്തിൽ എഴുതി ഇങ്ങനെ ഇവിടെ വീട്ടിൽ വെച്ചാൽ മതിയോ? അങ്ങനെ നമുക്ക് ഒരു ഇതാവാൻ പറ്റുമോ? നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു പുസ്തകം എഴുതി അതെന്താ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, ജനങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടോ എന്ന് അറിയണം അല്ലേ? അപ്പോൾ ഈ APJ അബ്ദുൽ കലാം അദ്ദേഹം അങ്ങനെയാണ് ചിന്തിച്ചത്. ഈ പുസ്തകം ജനങ്ങൾ അംഗീകരിക്കുമോ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഞാൻ എൻ്റെ ജീവിതയാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് നമ്പർ 61. ആരാധ്യക്ക് വീഡിയോ ഓൺ ചെയ്യാൻ വരുന്നില്ല? ആരാധ്യേ, अपने माता पिता से जुड़ी अनेक घटनाओं की व्याख्या मैंने इस पुस्तक में की है. അതുപോലെ തന്നെ ഞാൻ ഈ പുസ്തകത്തിലൊക്കെ എൻ്റെ അച്ഛനമ്മമാരെ കുറിച്ച്, എൻ്റെ അച്ഛനും അമ്മയെ കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ക്യോങ്കി ജീവൻ കെ എന്താ അതിലെ
82 वर्षों में കണ്ണു ശരിയായോ 82 वर्षों में इनका आज भी मुझ पर प्रभाव है. അതായത് 82 വർഷങ്ങളോളം അവരുടെ എന്താണ് അവരുടെ സ്വാധീനമുണ്ട് എൻ്റെ ജീവിതത്തിൽ. മുझमें जो संस्कार व आचार नीति है वे मेरे पिताजी तथा मेरी मां द्वारा बड़ा प्यार से मेरे अंदर सींची गई थी. എനിക്ക് ഒരു സംസ്കാരമുണ്ടെങ്കിൽ ഒരു ആചാരമുണ്ടെങ്കിൽ എന്ത് കേൾക്കുന്നില്ല എന്നാണ് ആരാധ്യ പറയുന്നത്. മിസ് കേൾക്കുന്നില്ല എന്ന് അയക്കുന്നുണ്ട്. എന്ത് കേൾക്കുന്നില്ല എന്നാ പറഞ്ഞത്? ക്ലാസ് എടുക്കുന്നത് കേൾക്കുന്നില്ലേ? അവിടെ എന്തോ കുഴപ്പമാണ്. അപ്പൊ ആചാര സംസ്കാരങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് എവിടുന്ന് കിട്ടിയതാണ്? എൻ്റെ അച്ഛനമ്മമാരുടെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവാണ്. उन्होंने मेरे जीवन में कुछ गुण डाले थे ताकि मैं उन अनुभवों को जान सकूं जो मेरे माता पिता के जीवन की कमियों के दौरान महसूस किए थे. അതായത് എൻ്റെ ഓരോ ഗുണങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഓരോ ഗുണങ്ങളും എനിക്ക് എവിടുന്ന് കിട്ടിയതാണ്? എൻ്റെ അച്ഛനമ്മമാരുടെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്കൊരു ഗുണം ഉണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് ഒരു ഇതുണ്ടെങ്കിൽ എന്താണ്? അത് നിങ്ങളുടെ പേരൻസിൽ നിന്നാണ് അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുക? എനിക്കിപ്പോ അടുത്ത വീട്ടിലത്തെ അവനെ പോലെ ആവണമെന്ന് നടക്കുമോ? അത് ഞാൻ ഇല്ല. കാരണം അവരുടെ ആ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആ ഇതുപോലെ ആയിരിക്കും മുന്നോട്ടല്ലേ? അപ്പോൾ എനിക്ക് കിട്ടിയ സംസ്കാരങ്ങൾ ആചാരങ്ങളൊക്കെ എൻ്റെ അച്ഛനമ്മമാരുടെ സ്നേഹത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറഞ്ഞു. उन्होंने मुझे इन कमियों के बावजूद बेहतर जीवन जीने के लिए प्रेरित किया था. इन संस्कारों के कारण ही वे मेरे जीवन में आज भी मजबूतों से विद्यमान है. അപ്പൊ ആ അച്ഛനമ്മമാരുടെ ആ സ്നേഹത്തോടെ തന്ന ഈ ഗുണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്ന് എന്തായി മാറിയത്? നല്ലൊരു അറിവുള്ള വ്യക്തിയായി മാറിയത്. जब मेरे पिता लोगों की सोच को समझने की बात करते थे या फिर जीवन की वे परेशानियां जो उन्होंने भावशून्य में व्यवहार करते समय पाई थी उनको मैंने अपने जीवन के मुश्किल पलों में संघर्ष करते हुए महसूस किया था. എൻ്റെ അച്ഛൻ ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര സഹിക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അച്ഛൻ സഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മക്കളതൊന്നും ശ്രദ്ധിക്കൂല അല്ലേ? മക്കളിങ്ങനെ അച്ഛനമ്മമാരിങ്ങനെ ബുദ്ധിമുട്ടും ചില മക്കളാണെങ്കിൽ ശ്രദ്ധിക്കും. എൻ്റെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടല്ലേ, ചില മക്കൾ ശ്രദ്ധിക്കും. ചിലവരാണെങ്കിലോ തീരെ മൈൻഡ് ചെയ്യില്ല. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് അടിച്ചു പൊളി മതി അല്ലേ? എനിക്ക് പറയുമ്പോൾ പൈസ മതി, ഫോൺ എന്ന് പറയുമ്പോൾ ഫോൺ മതി, അങ്ങനെയുള്ള ഒരു അടിച്ചുപൊളി ജീവിതമായിരിക്കും. ചില കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ പേരൻസിനെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ ചിന്തിക്കും. അയ്യോ എൻ്റെ അച്ഛനെ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലോ എന്നെ വളർത്തുന്നത് അല്ലേ? अपनी मां के अद्वितीय स्पर्श बच्चों की प्रभावशाली देखभाल और बच्चों के प्रेम भाव से लालन पालन के संदर्भ में अपनी बहन जोहरा की चर्चा तथा उनके योगदान एवं उनकी सज्जनता का विस्तार से वर्णन करना चाहते हैं. എൻ്റെ അമ്മ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഞങ്ങളെ അങ്ങനെ സ്നേഹത്തോടെ ലാളിച്ചു വളർത്തുകയാണ് ചെയ്തത്. इसी संदर्भ में अपने परामर्शदाता अहमद जलालुद्दीन के उच्च विचारों तथा विस्तृत सोच की चर्चा करना चाहूंगा. ആ സമയത്ത് ഞങ്ങളുടെ അഡ്വൈസറായ അഹമ്മദ് ജലാലുദ്ദീൻ അദ്ദേഹത്തിന്റെ വിചാരങ്ങൾ, ഉയർന്ന ചിന്തകളൊക്കെ എന്താണ് എന്നെ പ്രേരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ജിനോനെ മുझे जीवन में उच्च शिक्षा प्राप्त करने के लिए प्रेरित किया. അദ്ദേഹമാണ് എന്നെ ജീവിതത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടി അഡ്വൈസറാണ് എന്നെ പ്രേരിപ്പിച്ചത്. മേരെ ജീവൻ മേ ബി അസഫലതായേം തഥാ വേക്ഷണായേ. ചില സമയത്ത് എനിക്ക് തോൽവി ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും എപ്പോഴും ജയിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുമോ? ചില തോൽവികൾ ഉണ്ടാവും അല്ലേ? പക്ഷെ ചില തോൽവികൾ ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്മാറരുത്. നമ്മൾ എന്ത് ചെയ്യണം? പിന്നെയും വാശിയേറി മുന്നോട്ട് പോകണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും? നല്ല ജയം കിട്ടാൻ പറ്റും. जब मुझे भारतीय वायुसेना की परीक्षा में सफलता नहीं मिले, എനിക്ക് വിജയത്തിൽ എത്താൻ വേണ്ടി സാധിച്ചില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് എനിക്ക് എയർഫോഴ്സിന്റെ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിൽ എനിക്ക് പാസ്സാവാൻ വേണ്ടി സാധിച്ചില്ല. इसके अलावा जीवन में घटित हुए कुछ नकारात्मक प्रभावों का असर कुछ समय के लिए तो मुझे विचलित कर सका. എങ്കിലും ഞാൻ അതിൽ നിന്ന് ഒട്ടും പിന്മാറിയില്ല, വ്യതിചലിച്ചില്ല. ഞാൻ ഒരു എക്സാം എഴുതി, അത് പാസ്സായില്ല എന്ന് കഴിച്ച് ഞാനൊന്നും പിന്നെ അതിന് ശേഷം ഒന്നും ട്രൈ ചെയ്യാതിരുന്നിട്ടില്ല. പിന്നെയും ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു.
लेकिन इन सब का प्रभाव तब समाप्त हो जाता है अगर व्यक्ति के मन में उच्च इच्छाशक्ति हो. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിലൊരു കാര്യം തീരുമാനാക്കി. എന്ത്? ഏതൊരു വ്യക്തിയുടെ മനസ്സിൽ ഉയർന്ന ഒരു വിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസം മനസ്സിൽ ഉണ്ടാവണം. അഫ്രാസെ, why are you late? 2:30 ക്ലാസ്. ഇപ്പൊ ക്ലാസ് കഴിയാറായി. മിസ് ഇപ്പൊ നിർത്താൻ വേണ്ടി പോവുകയാണ്. അഫ്രാസെ, എന്താ ലേറ്റ് ആയത്? അഫ്രാസിന് മിസ് പറഞ്ഞ കേൾക്കുന്നില്ലേ? മിസ് പറഞ്ഞ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? മിസ് അനങ്ങുന്നത് വന്നത് പക്ഷേ സൗണ്ട് ഇല്ല. ആന്തൂറ്റി ആദരക്കെല്ലാം കേൾക്കുന്നുണ്ട്, അഫ്രാസിന് കേൾക്കുന്നില്ല. ആരാധ്യ ഇടക്ക് പറയുന്നു കേൾക്കുന്നില്ല. ആരാധ്യ വീഡിയോ ഓൺ ആക്കുന്നേ ഇല്ല. യൂട്യൂബ് ക്ലാസ് നിർബന്ധമായിട്ട് കാണണേ. ഇപ്പൊ ക്ലാസ് കയറിയാലും. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനത് പറഞ്ഞു നിർത്താം. लेकिन इन सब का प्रभाव सब समाप्त हो जाता है अगर व्यक्ति के मन में उच्च इच्छा शक्ति हो. अगर आप धैर्यवान होंगे तो अपने आप ही सभी परेशानियों का अंत हो सका. എന്ത് വന്നാലും എന്ത് ചെയ്യണം? ധൈര്യത്തോടെ മുന്നേറാൻ പഠിക്കണം. ധൈര്യവാനായിട്ട് ഇച്ഛാശക്തിയോടെ ആഗ്രഹത്തോടു കൂടി മുന്നേറണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ? ജയം കിട്ടുകയുള്ളൂ. हाल ही में मेरे एक मित्र प्रोफेसर अरुण तिवारी ने मुझसे एक अजीब सा प्रश्न पूछा. ഒരു ദിവസം എന്നോട് എൻ്റെ ഫ്രണ്ട് അരുൺ തിവാരി ഒരു ചോദ്യം ചോദിച്ചു. കലാം സാഹബ്, क्या आप अपने जीवन के अब तक की जिंदगी का सार एक वाक्य में बता सकते हो? അല്ലയോ കലാം സാഹബേ, നിങ്ങളുടെ ജീവിതത്തിലെ ജീവിതത്തെ കുറിച്ച് ഒരു സാരാംശം ഒറ്റ വാക്കിലൊന്ന് പറയാമോ? इस प्रश्न ने मुझे कुछ देर तक सोचने को मजबूर कर दिया. കുറച്ച് സമയം ഞാൻ അധികം ചിന്തിച്ചില്ല. मैंने कहा, ഞാൻ മറുപടി നൽകി, അരുൺ, मेरी जिंदगी को इन कहावतों तथा शब्दों द्वारा व्यक्त किया जा सकता है. बच्चे की जिंदगी को प्यार से भर देना, संघर्ष और संघर्ष, गहरे आंसू, इसके बाद मीठे आंसू तथा अंत में सुंदर व पूर्ण चंद्रमा का आकाश में उदय होना. അതായത് ജീവിതത്തിലെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? ജീവിതത്തിലെ വിഷമങ്ങളും അറിയണം, സന്തോഷങ്ങളും അറിയണം, സങ്കടവും ദുഃഖവും ഒക്കെ അറിയണം. വിഷമവും അറിയണം, സന്തോഷവും അറിയണം, സുഖവും ദുഃഖങ്ങളും അറിഞ്ഞ് ജീവിക്കണം. मैं आशा करता हूं कि मेरे पाठक इन कहानियों द्वारा अपने सपनों का समझ पाएंगे और उन्हें हमेशा जागृत करेंगे. ഇപ്പോൾ ഞാൻ എഴുതി ഇതിലൂടെ നിങ്ങൾക്ക് ഏകദേശം വായനക്കാർക്ക് എൻ്റെ കഥയിലൂടെ എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇതാണ് പാഠം. ആ പാഠഭാഗം ഒന്ന് നന്നായിട്ട് വായിക്കുക. അതിൽ കുറച്ചെങ്കിലും മനസ്സിലായോ? ആതിര, APJ അബ്ദുൽ കലാമിന്റെ പാഠം മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മിസ് ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അവരുടെ തന്നെ യൂട്യൂബ് ക്ലാസ് കാണാൻ പറയാം. ആ പാഠഭാഗം ഒന്ന് നന്നായിട്ട് എല്ലാവരും വായിക്കണം കേട്ടോ. ഓക്കെ, ബൈ, സി യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.